ഹായ് ഫ്രണ്ട്സ്, ആനി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട്. എനിക്ക് കിട്ടിയ സമ്മാനമാണ്, എല്ലാവരുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അത് കേടായിപ്പോയി. പിന്നീട് ഫോണിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ ഞാൻ ഫോണിലാണ് എഡിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഫോൺ എപ്പോഴും ലാഗാകുകയും പിന്നെ നെറ്റ് കിട്ടാതെ പ്രോബ്ലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. അപ്പോൾ അതിൽ എഡിറ്റ് ചെയ്യാനും വീഡിയോസ് ഇടാനും എല്ലാം സൗകര്യമുണ്ട് എന്ന്. ദയവായി ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നമുക്ക് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ പണ്ട് തലേ ദിവസം അത്താഴൂട്ടിനുണ്ടാകുന്ന ഒരു ബോട്ടി കറിയുടെ റെസിപ്പാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എനിക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ വളരെ ഇഷ്ടമായിരുന്നു തലേദിവസം കല്യാണത്തിന് പോകാനായിട്ട് ഈ ബോട്ടിക്കറി കഴിക്കാനായിട്ട്. അത് നമ്മുടെ കായിട്ടാണ് വെക്കാറുള്ളത്. പച്ചക്കായ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചക്കായി, പിന്നെ നാളികേരം ചിരികിയത്, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി, സവാള, പിന്നെ ബോട്ടിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. എന്നാലും ഞാൻ ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളമൊഴിച്ച് 2-3-4 പ്രാവശ്യം കഴുകി അതിന് ശേഷം കുക്കറിൽ ഒരു 20-24 വിസിലുകൾ. ആദ്യം ഞാൻ 10 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കായിട്ടത്. പിന്നീട് നമ്മുടെ നാളികേരം ചിരുകിയത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ബ്രൗൺ കളറാണ് വരെ ഫ്രൈ ചെയ്യണം. അതിലേക്ക് വെള്ളുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. പിന്നീട് അതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ പെരുംജീരകം എല്ലാം കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. പെരുംജീരകം, തക്കോലം, ഗരം മസാല പൊടിക്കുന്ന എല്ലാ സാധനങ്ങളും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടിയാണ്, ഒരു 3 സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അതിനുശേഷം മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഏറ്റവും അവസാനം മുളക് പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ മുളക് കരിയും. അതൊക്കെ നന്നായിട്ട് പച്ചമണം മാറി വന്നപ്പോഴേക്കും ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്രൗണായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം വെണ്ണ പോലെ അരച്ചെടുത്തു. നമ്മൾ ഈ നാളികേരം പിന്നെ നമ്മുടെ ബോട്ടി വെന്ത് വന്നിട്ടുള്ളതിലേക്ക് കായ ചേർത്ത് കൊടുത്തു. കായ ഞാൻ കുക്കറിൽ വേറെ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം സവാള ചെറുതാക്കി കട്ട് ചെയ്തത് നമുക്കൊന്ന് താളിച്ചിടണം. അതോടുകൂടി ഈ ബോട്ടിക്കറിയുടെ പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് സവാള ഇട്ട് വേപ്പിലയും സവാളയൊന്ന് നമ്മൾ കറി താളിക്കൂലേ അതേപോലെ താളിച്ചിടയാണ്. ഇനി ഇതുപോലെ താളിക്കാതെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരിക്കലും വെള്ളം ഒഴിച്ചരക്കരുത്. നമുക്ക് കുറച്ച് അരയാനായിട്ട് ഡ്രൈ ആണെന്ന് തോന്നിയാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ ഈ കളറ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ പൊട്ടിക്കറി റെഡി. ഇത് അപ്പത്തോടൊപ്പം, പുട്ടിനോടൊപ്പം, ചോറിനോടൊപ്പം കഴിക്കും.